പത്തനംതിട്ട കരിക്കിനേത്ത് കൊലക്കേസിലെ പ്രോസിക്യൂട്ടർ നിയമനത്തെ ചൊല്ലിയുള്ള പോരുമുറുകുന്നു. പ്രോസിക്യൂട്ടർ നിയമനത്തിനെതിരെ പരാതി നൽകിയ ആലപ്പുഴ ഡിവൈഎസ്പി കേസിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥനെന്ന് പത്തനംതിട്ട എസ്പിയുടെ വാർത്താക്കുറിപ്പ്. അതേസമയം പ്രോസിക്യൂട്ടർ നിയമനത്തെയും എസ്പിയെയും പിന്തുണച്ച് കൊല്ലപ്പെട്ട ബിജു എം ജോസഫിന്റെ കുടുംബം രംഗത്തെത്തി. കരിക്കിനേത്ത് കൊലക്കേസിലെ പ്രോസിക്യൂട്ടർ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പരസ്യപ്പോരിലേക്ക് എത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ടി.ജെ. വിനോദ് കുമാറിനെതിരെ ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവാണ് ആദ്യം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. റൌഡി ലിസ്റ്റിലുള്ള അഭിഭാഷകനെ പ്രോസിക്യൂട്ടറായി എസ്.പി നിയമിച്ചു എന്നായിരുന്നു മധു ബാബുവിന്റെ പരാതി. മധു ബാബുവിനെതിരെ പത്രക്കുറിപ്പ് ഇറക്കിയാണ് പത്തനംതിട്ട എസ്.പി തിരിച്ചടിച്ചത്. മധു ബാബു കരിക്കിനേത്ത് കൊലപാതക കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനാണെന്നാണ് എസ്.പിയുടെ പരസ്യ പ്രതികരണം. കേസിൽ ഡിവൈഎസ്പി മധു ബാബു തെളിവുകൾ നശിപ്പിച്ചു എന്ന ഗുരുതര ആരോപണവും എസ്.പി ഉന്നയിക്കുന്നുണ്ട്. അതേസമയം പ്രശാന്ത് ബാബുവിനെ പ്രോസിക്യൂട്ടറായി നിയമിച്ചതിനെ അനുകൂലിച്ച് കൊല്ലപ്പെട്ട ബിജു എം ജോസഫിന്റെ കുടുംബം രംഗത്തെത്തി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നിയമനമെന്നും സത്യസന്ധമായി കേസിൽ വിചാരണ നടന്നാൽ ഡിവൈഎസ്പി മധു ബാബു കുടുങ്ങുമെന്നും കുടുംബം പറഞ്ഞു. ഹൈക്കോടതി ജഡ്ജ് കമാൽ പാഷയുടെ സ്റ്റേറ്റ്മെന്റിൽ ഇദ്ദേഹം ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വരേണ്ടതാണെന്നുള്ള വിധിയുണ്ട്. അല്ല, ഹൈക്കോടതിയിൽ നിന്നാണല്ലോ പ്രശാന്ത് ബി നിയമിച്ചത്. അത് ഗവൺമെന്റ് നടപ്പാക്കിയാൽ മതി, ഉത്തരവിറക്കിയാൽ മതി. അത് നടപ്പാക്കുക എന്നുള്ള ചുമതലയുള്ളൂ പത്തനംതിട്ട എസ്.പിക്ക്. ഞങ്ങൾ സഹോദരന്റെ നീതി കിട്ടുന്ന ഞങ്ങളുടെ കാര്യമില്ല. അതേസമയം മധു ബാബു പത്തനംതിട്ട സി ആയിരുന്ന കാലത്ത് തന്റെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട് 2 മാസത്തിനുള്ളിൽ 10ലധികം കേസുകളിൽ കുടുക്കിയതാണെന്ന് അഭിഭാഷകനായ പ്രശാന്ത് പറഞ്ഞു. ഈ ഉദ്യോഗസ്ഥൻ പത്തനംതിട്ട സി ഐ ആയിരുന്ന സമയത്ത് എൻ്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം ഉണ്ടാവുകയും ആ വഴിവിട്ട ബന്ധം എൻ്റെ ഭാര്യയുമായി ഉണ്ട് എന്ന് IPS ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവർ അവരുടെ അന്വേഷണത്തിൽ വ്യക്തമായി ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ ഇവിടുന്ന് പത്തനംതിട്ടയിൽ നിന്ന് വകുപ്പ് തല നടപടി സ്വീകരിച്ച് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ഈ മധുബാബു എടുത്തിട്ടുള്ള കേസുകളല്ലാതെ വ്യക്തിപരമായി എൻ്റെ പേരിൽ യാതൊരു തരത്തിലുള്ള കേസുകളുമില്ല. 2013 കരിക്കിനേത്ത് വസ്ത്രവ്യാപാരശാലയിലെ ക്യാഷ്യറായിരുന്ന ബിജു എം ജോസഫ് കൊല്ലപ്പെടുന്നത്. അന്ന് പത്തനംതിട്ട CI ആയിരുന്ന മധു ബാബു കേസ് അട്ടിമറിച്ചെന്ന പരാതിയിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തി വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. വിഷയത്തിൽ ഇനി സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.